ഗ്രഹനിലാ ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാമത്തെ അധ്യായമാണിത്. പൂർണ്ണമായും ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലാണ് ഗ്രഹനിലാ ചിന്തനം. ഇന്നിവിടെ വിഷയമാക്കുന്നത് 26/4/1999 ജനിച്ച ഒരു ജാതകൻ്റെ ഗ്രഹനിലയാണ്. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം പൂരമാണ്. പൂരം 3-ാം പാദം. നക്ഷത്ര വിശേഷങ്ങളിലേക്ക് കടന്നാൽ, തിഥി ഏകാദശി തിഥി, ശുക്ലപക്ഷം. നക്ഷത്രാധിപൻ ശുക്രൻ. ഗണം മനുഷ്യഗണം. യോനി സ്ത്രീ യോനി. മൃഗം ചുണ്ടലി. പക്ഷി ചെമ്പോത്ത്. വൃക്ഷം പ്ലാശ്. കരണം വിഷ്ടി. നിത്യയോഗം ധ്രുവം. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എന്ന് പറയുന്നത് ഇടവ ലഗ്നമാണ്. ലഗ്നത്തിൽ ശുക്രൻ, 2-ൽ ശൂന്യം, 3-ൽ രാഹു, 4-ൽ ചന്ദ്രൻ മാന്തി അഥവാ ഗുളികൻ, 5 ശൂന്യം, 6-ൽ കുജൻ, 7-8 ശൂന്യം, 9-ൽ കേതു, 10 ശൂന്യം, 11-ൽ ബുധൻ ഗുരു, 12-ൽ സൂര്യൻ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ലഗ്നത്തിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ മാളവ്യയോഗം, പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായിട്ടുള്ള മാളവ്യയോഗം, എല്ലാവിധ ആഡംബരങ്ങളും എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ കൊടുക്കുന്ന വളരെ വലിയ ഒരു യോഗമാണത്. ഇദ്ദേഹത്തിൻ്റെ 3-ലാണ് രാഹു നിൽക്കുന്നത്. 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹു അത്ര വലിയ നാശ സ്ഥാനമല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. 4-ൽ മാതാവിൻ്റെ സ്ഥാനത്ത് ചന്ദ്രൻ ഗുളികൻ. നല്ല ഒരു സ്ഥാനമല്ല ഇവ രണ്ടും ഈ പൊസിഷനിൽ. കാരണം മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ചന്ദ്രനാണ് ശനിപുത്രനായ ഗുളികനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഫലങ്ങൾ പറയുന്നത്, മാതാവുമായി ബന്ധപ്പെട്ടിട്ട് അസ്വസ്ഥതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ തർക്കങ്ങൾ, വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ളതും, അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടതായി വരുന്ന അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആളുകളുടെ ജാതകത്തിൽ കാണുന്ന ഒരവസ്ഥയാണിത്. 6-ൽ രോഗസ്ഥാനത്ത് കുജൻ അഥവാ ചൊവ്വ. അതും അത്ര ബെറ്ററായിട്ടുള്ള ഒരു പൊസിഷനല്ല. 6-ൽ കുജനൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ മാറ്റി പെട്ടെന്ന് തന്നെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കണിശമായി ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 9-ൽ ഭാഗ്യസ്ഥാനത്ത് കേതു. 9-ൽ കേതു വന്നു കഴിഞ്ഞാൽ പൊതുവെ പല രീതിയിൽ പല ആളുകൾക്കും കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഭാഗ്യ അനുഭവങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സമോ കാലതാമസമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥകൾ ഉണ്ടാകാം. പിതാവിൻ്റെയും കൂടെ സ്ഥാനമാണ് 9. പിതാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുമല്ല എങ്കിൽ ജോലി സംബന്ധമായിട്ടായാലും, അല്ലെങ്കിലും 2 പേരും 2 ദിക്കുകളിൽ നിൽക്കുന്ന, 2 വീടുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിൽ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാവുന്ന ഒരു ജാതകം കൂടിയാണിത്. അത് ഇദ്ദേഹത്തിൻ്റെ ജാതകം വച്ച്, ഇദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, ഇദ്ദേഹത്തിൻ്റെ ജാതകം വച്ച് അത് ശരിയുമാണ്. കാരണം ഇദ്ദേഹം ജോലിയായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സിനിമ ഫീൽഡിലാണ്. ഒരു നടനാകാനുള്ള കഠിന പ്രയത്നത്തിലാണ് അദ്ദേഹം. അതിനുള്ള യോഗങ്ങളും അതിനുള്ള ജാതകസ്ഥിതിയുമൊക്കെ ഉണ്ട്. ചെറിയ തടസ്സങ്ങളും ചെറിയ നെഗറ്റീവ്സും ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ലഗ്നത്തിൽ ശുക്രൻ ഉള്ളതുകൊണ്ടും ശുക്രൻ്റെ സന്തതി ആയതുകൊണ്ടും തന്നെ അതിനുള്ള വലിയ സാധ്യതകൾ അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11-ലാണ് ഇദ്ദേഹത്തിൻ്റെ ബുധനും ഗുരുവും നിൽക്കുന്നത്. ഗുരുവിൻ്റെ ക്ഷേത്രം തന്നെയാണത്, വ്യാഴത്തിൻ്റെ ക്ഷേത്രം തന്നെയാണത്. അവിടെ ശത്രുവായിട്ടുള്ള ബുധനാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും തെറ്റില്ല എന്ന് പറയാം. 12-ൽ വ്യയസ്ഥാനത്താണ് 10ൻ്റെ അധിപൻ, തൊഴിലിൻ്റെ അധിപനായിട്ടുള്ള ശനിയും ശത്രുവായിട്ടുള്ള സൂര്യനും നിൽക്കുന്നത്. സൂര്യൻ ഉച്ചത്തിലുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലം നമ്മളെടുക്കുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് അലച്ചിലുകൾ ഉണ്ടാകാം, മോശം അനുഭവങ്ങൾ ഉണ്ടാകാം, മനസ്സിനെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും കുറച്ച് കാലത്തെ ഒരു കാലതാമസത്തിന് ശേഷം അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇദ്ദേഹം എന്നെ കാണാൻ വരുന്ന സമയത്ത് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിരുന്നു. ഒരു 3-4ഓളം പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു. സിനിമയിലേക്കുള്ള അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന് 2-3
ചെറിയ ചെറിയ വേഷങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒത്തിരി ടെൻഷൻസും കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജാതക പ്രകാരം അദ്ദേഹത്തിന് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. പുള്ളി അത് കൃത്യമായി ഫോളോ ചെയ്തു. അതിനുള്ളൊരു റിസൾട്ടായിരിക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിനത് മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട്. ചെറിയ ചെറിയ വർക്കുകൾ അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിനി അത് കൂടുതൽ പടർന്ന് പന്തലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്പം കാലതാമസം എടുക്കുമെന്നത് തീർച്ചയായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നവാംശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നവാംശത്തിലും ചന്ദ്രൻ നിൽക്കുന്നത് കുളിരിനോട് ചേർന്നിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതാവിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് അനുഭവങ്ങളും അതുപോലെ തന്നെ ടെൻഷൻ, സമ്മർദ്ദം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ 100ആയി ചിന്തിക്കുന്ന ഓവർ തിങ്കിങ് എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടിയ ഒരു ജാതകമാണ്. അത് ആളും അങ്ങനെ തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശുക്രദശയിലാണ് ജനനം. 2006 വരെ ശുക്രദശയായിരുന്നു. അതിനുശേഷം 2012 വരെ സൂര്യദശ. അതിനുശേഷം ചന്ദ്രദശ 10 കൊല്ലം. അതിനുശേഷം ചൊവ്വാദശ 2029 വരെ. അതിനുശേഷം രാഹു 2047 വരെ 18 കൊല്ലം. അതിനുശേഷം വ്യാഴം 2063 വരെ. അതിനുശേഷം ശനി 2082 വരെ. അതിനുശേഷം ബുധൻ എന്ന് പറയുന്ന ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് നടക്കുന്ന ദശ, അതിൻ്റെ അപഹാരം എന്ന് പറയുന്നത് ചൊവ്വാദശയാണ് നടക്കുന്നത്. 2022 10-ാം മാസം 13-ാം തീയതി തുടങ്ങിയ ചൊവ്വാദശ. അതിൽ ഗുരുവിൻ്റെ അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നത്. 28/3/2024 തൊട്ട് 4/3/2025 വരെ ചൊവ്വയിൽ ഗുരുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. വ്യാഴമാറ്റ ഫലവും മെയ് വരെ അദ്ദേഹത്തിന് അനുകൂലമല്ല. അതേപോലെ തന്നെ ശനിമാറ്റ ഫലവും 2025 മാർച്ച് വരെ അനുകൂലമല്ല. ഇത് രണ്ടിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സും അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. 2-3 അവസരങ്ങളൊക്കെ കിട്ടി, എന്നിരുന്നാൽ തന്നെ അതിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ചില കടമകൾ കൂടെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില നെഗറ്റീവ്സും ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഒരു 2-3 പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന. അതായത് പരിഹാരമെന്ന് പറയുമ്പോൾ 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ കൊടുത്ത് ചെയ്യുന്ന പരിഹാരമൊന്നുമല്ല. അദ്ദേഹത്തിന് താല്പര്യമുള്ള, അദ്ദേഹം പോകേണ്ടതായിട്ടുള്ള 2-3 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിസൾട്ട് അദ്ദേഹത്തിന് തീർച്ചയായും കിട്ടുന്നുണ്ട് എന്നാണ്, സമ്മർദ്ദങ്ങളുണ്ട് എങ്കിൽ പോലും അദ്ദേഹം എന്നോട് അവസാനം കോൺടാക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്. ഓക്കെ, എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ വലിയ പാറകളിൽ തട്ടിയല്ല ആളുകൾ എപ്പോഴും വീഴാറുള്ളത്, അല്ലെങ്കിൽ പലപ്പോഴും വീഴാറുള്ളത്. വഴിമധ്യം നടക്കുന്ന സമയത്ത് ചെറിയ കല്ലുകളിൽ തട്ടിയിട്ടാണ് വീഴ്ച സംഭവിക്കാറ് പലർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടുന്നതായിട്ടുള്ള ചെറിയ ചില കറക്ഷൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള ജാതകം വച്ചിട്ടുള്ള യോഗങ്ങൾ കറക്റ്റാണ് എങ്കിൽ, ശരിയാണ് എങ്കിൽ തീർച്ചയായും അതിനുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സും നമ്മളെ തേടി എത്തുമെന്നതിൽ സംശയം വേണ്ട. ജ്യോതിഷം എപ്പോഴും ഒരു ഇൻഡിക്കേറ്ററാണ്. അവിടെ ഒരു കുഴിയുണ്ട്, അതുവഴി നിങ്ങൾ നടക്കരുത്. അല്ലെങ്കിൽ വെളിച്ചം ഉപയോഗിച്ച് നടക്കുക, അതുമല്ലെങ്കിൽ വഴി മാറി നടക്കുക. ഈ 3 ഓപ്ഷൻസും സ്വീകരിക്കാതിരുന്നാൽ മാത്രമാണ് അയാൾ ഡയറക്റ്റ് ചെന്ന കുഴിയിൽ അകപ്പെടുക. ഇത്രേ ജ്യോതിഷവും ചെയ്യുന്നുള്ളൂ. ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ജ്യോതിഷം. അതിനെങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് കാണാം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അറിവുകൾ എന്നിൽ നിന്നും അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം. അതിലെൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്കത് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നന്ദി.